ഇന്നത്തെ വീഡിയോ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ പവർഫുൾ ആയിട്ടൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. യുനോ ലൈഫിൽ ഒരുപാട് ഹാർഡായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവില്ലേ? പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ പോവാതെ വരും. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും. അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ലൈഫിലുണ്ടാവും. അപ്പം നമ്മൾ ആലോചിക്കും, നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ ഇതൊന്നും ഡിസർവ് ചെയ്യുന്നില്ലല്ലോ. ഇത്രയും കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും നമ്മൾ ഡിസർവ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചുകൂടി ഒരു ബെറ്റർ പേഴ്സൺ ആണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയി പെട്ടു വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് ലൈഫിൽ വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയോ? നമ്മുടെ മനസ്സ് നമ്മളെ കുറ്റപ്പെടുത്താനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് പോയി തുടങ്ങും. നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മൈൻഡ് ഓവർ തിങ്ക് ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ഇതിൻ്റെയൊക്കെ കുറ്റക്കാരൻ നമ്മളാണെന്നുള്ളൊരു പോയിന്റിൽ എത്തിച്ചേരും. അപ്പം നമുക്ക് ഫീൽ ചെയ്യും ലൈഫിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല. ഇങ്ങനെയൊക്കെ ഒരു തോട്ടിൽ നമ്മൾ എത്തിച്ചേരും. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാം ഭയങ്കര അൺഫെയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ലൈഫ് നമ്മളോട് ഭയങ്കര അൺഫെയർ ആണെന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരും. നമ്മുടെ ഒരു മൂഡൊക്കെ അനുസരിച്ചിരിക്കില്ല. ഒരു ദിവസം എങ്ങനെയാണെന്ന് ചിലപ്പോൾ രാവിലെ നമുക്ക് എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻ ഉണ്ടായി, അവിടുന്ന് നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു ഇമോഷൻ ചിലപ്പോൾ നമ്മൾ ആ ഫുൾ ഡേ കൊണ്ട് നടക്കുമായിരിക്കും. ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു കാര്യത്തെ നമ്മുടെ മൈൻഡ് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഒരു വേ ഓഫ് തിങ്കിങ് ഉണ്ട് നമ്മുടെ. അത് നമ്മുടെ മൂഡിനെയും പ്രൊഡക്ടിവിറ്റിയെയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തോട്ട് ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിന് പകരം വാട്ട് ഈസ് ദിസ് ടീച്ചിങ് മീ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ പ്രോബ്ലംസിനെ കാണുന്നത് പോലും മാറിപ്പോകും. പല പ്രോബ്ലംസും ഭയങ്കര ചെറുതായി വരും. എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെ നമ്മുടെ ഒരു പെർസെപ്ഷൻ ചേഞ്ച് ആവുന്നത് തൊട്ട് വേറെ എന്തോ ആയിട്ട് ഫീൽ ചെയ്യും. എന്തൊരു കാര്യത്തിലും നമ്മളൊരു മാസ്റ്റർ ആണെങ്കിലും നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ആണല്ലേ. ഇതും അതുപോലെ തന്നെയാണ്. ആദ്യമൊക്കെ നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാല് പലപ്പോഴും ഭയങ്കര മെക്കാനിക് ആയിരിക്കും. റിയൽ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ തോട്ട്സ് മാറണമെന്നില്ല. ആസ് വി പ്രാക്ടീസ് ഇറ്റ് ബിക്കംസ് എ ലിറ്റിൽ ബെറ്റർ എവറി ടൈം. ലൈഫ് ഈസ് ഓൾവേസ് ടീച്ചിങ് അസ്. ദി ഓൺലി ക്വസ്റ്റ്യൻ ഈസ് ആർ വി വില്ലിംഗ് ടു ലേൺ. ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എടുത്താല്, ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പൊ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട്, നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമ്മളെ വിട്ട് പോവാണ്. നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ സംതിങ് റോങ് വിത്ത് അസ്, ഒന്നെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ആരൊക്കെയാണ് ട്രൂലി നമ്മളോട് നിൽക്കുന്നത്, നമ്മുടെ ഗുഡ് ആൻഡ് ബാഡ് ടൈംസിൽ നമ്മളോട് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരമായിട്ടും ഇതിനെടുക്കാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവർ പെർസ്പെക്റ്റീവ്. അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫിന്റെ കേസിൽ എടുക്കാം. കരിയറിൽ നമ്മുടെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അതനുസരിച്ച് കാര്യങ്ങളൊന്നും പോകുന്നില്ല, പല വഴികളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നമ്മളെ പെർസിസ്റ്റൻസും പേഷ്യൻസും ഒക്കെ പഠിപ്പിക്കുന്നതാവാം. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേർപ്പസിൽ നമ്മൾ ചെന്ന് എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് ഡ്രിഫ്റ്റ് ചെയ്ത് നടക്കുന്നതായിരിക്കാം. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യത്തിലേക്ക് മേ ബി നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിലേ ആയിരിക്കാം അത്. ജസ്റ്റ് മൈ ടൈം ലൈൻ ഈസ് ഡിഫറെന്റ് ദാൻ അതേഴ്സ്. സോ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസ്പെക്റ്റീവ്. നമ്മൾ ഹെൽപ്ലെസ് ആയി പോകുന്ന സിറ്റുവേഷൻസും നമ്മള് ശരിക്കും പെട്ടു നിൽക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് മേ ബി ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള നമ്മളെ ബിൽഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആയിരിക്കും ലൈഫിന്റെ. 2-3 years ഫ്രം നൗ എവറിത്തിങ് ഡസ് നോട്ട് മാറ്റർ റിയലി. നമുക്കിപ്പോ റിലേഷൻഷിപ്സിന്റെ കാര്യം എടുക്കാം. നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് പൊളിഞ്ഞുപോയി. നമ്മുടെ കുഴപ്പം കൊണ്ടാവാം, ചിലപ്പോൾ പാർട്ട്ണറുടെ കുഴപ്പം കൊണ്ടാവാം, വർക്കൗട്ട് ആയില്ല. അവിടെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രൈറ്റ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു ബെറ്റർ പേഴ്സൺ ആയിരിക്കും. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഈ മുമ്പത്തെ റിലേഷനിൽ പഠിച്ചു, കുറെ കാര്യങ്ങൾ പഠിച്ചു. ഓരോ റിലേഷനും കഴിയുമ്പോൾ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ പാർട്ട്ണറിനോട് റിലേഷനിൽ അത്രയും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. സോ എല്ലാ ബ്രേക്കപ്പും നമ്മൾ എന്തെങ്കിലുമൊക്കെ ടീച്ച് ചെയ്യുന്നുണ്ട്. ഐ വുഡ് സേ ബ്രേക്കപ്സ് ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ലൈഫ്. ഓരോ റിലേഷനും നമ്മുടെ ലൈഫിൽ വന്ന് അത് കടന്നു പോകുമ്പോണ്ടല്ലോ, നമ്മളൊന്ന് ഉടച്ചു വാർക്കപ്പെടും എന്നൊക്കെ പറയില്ലേ, ഇത് നമ്മളെ റീഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് നമ്മുടെ മൈൻഡ് സെറ്റ് പ്രോബ്ലംസിനെ ഇല്ലാതാക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് അതിനെ കാണുന്ന രീതി മാറും. അപ്പൊ തന്നെ നമ്മുടെ സർവൈവൽ മെക്കാനിസം, കോപ്പിംഗ് മെക്കാനിസം എല്ലാം ചേഞ്ച് ആവും. നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റും. സോ stop seeing yourself as a victim of life. Start seeing yourself as a student of life. Have a good day.